ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6 സെമിസ്റ്ററിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലി എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹോട്ട് കീസ് ഇൻ ടാലി. എന്താണ് ടാലിയിലെ ഹോട്ട് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഹൗ ഡു യു ഡിലീറ്റ് എ കമ്പനി ഇൻ ടാലി. എങ്ങനെയാണ് കമ്പനി ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ കമ്പനി ഡിലീറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി ഫോർമേഷൻ ചെയ്യുക, കമ്പനി ഫോർമേഷൻ ഇൻ ടാലി, കമ്പനി ഡിലീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം അല്ലത് കഴിഞ്ഞ വർഷം ഡിലീറ്റ് കമ്പനി ചോദിച്ചോ, ഇനി ഇപ്രാവശ്യം ചിലപ്പോൾ എന്ത് ചെയ്യാം, ഫോർമേഷൻ ഓഫ് കമ്പനി, എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് കമ്പനി ടാലി എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ടൈറ്റിൽ ബാർ ഇൻ ടാലി. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ടാലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ബാർ, മെനു ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അത് എല്ലതും എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, കമ്പനി ക്രിയേഷൻ. ഓക്കെ, അതാണ് ഫോർമേഷനിൽ കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ഈസ് ഇൻവെൻട്രി. അപ്പോൾ ഇതിൽ ഈ സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് ടേംസ് പഠിക്കാനുണ്ട് ടാലിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇൻവെൻട്രി ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇൻവെൻട്രി എന്താണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് ടേംസുമായി ബന്ധപ്പെട്ട് ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതിൽ നിന്ന്? അക്കൗണ്ടിങ് ടേംസിൽ നിന്ന്. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ഈസ് അക്കൗണ്ടിങ് ഗ്രൂപ്പ് ഇൻ ടാലി. എന്താണ് അക്കൗണ്ടിങ് ഗ്രൂപ്പ് ടാലിയിൽ എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ODBC. ദെൻ ഹൗ ക്യാൻ ഡിലീറ്റ് സ്റ്റോക്ക് ഐറ്റം. സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് എന്നൊരു ടോപ്പിക്ക്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് ഡിലീറ്റ് ചെയ്യുക. ദെൻ വാട്ട് ഈസ് വൗച്ചർ. നമ്മൾ ഓഡിറ്റിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വാട്ട് ഈസ് വൗച്ചർ. ഡിഫൈൻ ഇൻവെൻട്രി ഏജിങ്. ദെൻ വാട്ട് ഈസ് ട്രയൽ ബാലൻസ്. ഹൗ ക്യാൻ വ്യൂ ട്രയൽ ബാലൻസ്. എങ്ങനെയാണ് ട്രയൽ ബാലൻസ് വ്യൂ ചെയ്യുക. ദെൻ ഹൗ ക്യാൻ യു ഷട്ടിങ് എ കമ്പനി. എങ്ങനെയാണ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം. ദെൻ വാട്ട് ഈസ് ബിൽ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ദെൻ ഹൗ യു ഡിസ്പ്ലേ ആൻഡ് ആൾട്ടർ ദ സ്റ്റോക്ക് ഐറ്റം. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോക്കിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷോർട്ട് ആൻസർ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാലി. എങ്ങനെയാണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാലിയിൽ പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ്. ദെൻ എക്സ്പ്ലെയിൻ ദി യൂസ് ഓഫ് ഓപ്ഷണൽ വൗച്ചേഴ്സ് ഇൻ ഡീറ്റെയിൽസ്. ഓപ്ഷണൽ വൗച്ചേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ എനി 4 റിപ്പോർട്ട് ഇൻ ടാലി. ടാലിയിലെ ഏതെങ്കിലും ഒരു 4 റിപ്പോർട്ട്സിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്കറിയാം ടാലിയിൽ റിപ്പോർട്ട് എന്ന ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ എക്സ്പ്ലെയിൻ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് കാറ്റഗറി ഡീറ്റെയിൽ അല്ലേ. കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക, പഠിക്കുക. ഇതെങ്ങനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്താണ്, അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ പാത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗേറ്റ് വേ ഓഫ് ടാലി അങ്ങനെ പറഞ്ഞിട്ട് ആ പാത്ത് വേ ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട് ഇൻ ടാലി. സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ഹൗ ഡു യു ഡിസേബിൾ മെനു, ഇൻവെൻട്രി ഇൻഫോ ആൻഡ് മാസ്റ്റർ ഇൻ ഗേറ്റ് വേ ഓഫ് ടാലി. എങ്ങനെയാണ് ഇൻവെൻട്രി ഇൻഫോ ഹൈഡ് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക, എങ്ങനെയാണ് എനേബിൾ ചെയ്യുക, എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുക, എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ ചോദിക്കും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി യൂസിങ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് ഗ്രൂപ്പ്, എന്താണ് സ്റ്റോക്ക് കാറ്റഗറി. ഓക്കെ, അപ്പോൾ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് കാറ്റഗറി പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് റിവേഴ്സ് ജേർണലിംഗ് ഡീറ്റെയിൽസ്. റിവേഴ്സ് ജേർണൽ എന്താണെന്നുള്ളത്. ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ടേം ERP. ERPയെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എക്സ്പ്ലെയിൻ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഇൻ ടാലി. GSTയുമായി ബന്ധപ്പെട്ടിട്ടാണ് ടാലിയിൽ എന്താണ് ഈ ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പുതുതാണ് സിലബസിൽ. അപ്പോൾ GSTൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഡീറ്റെയിൽസ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ്,
അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ടാലി ആസ് എൻ ERP സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഈ ടാലിൻ്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് കീസ് F11 F12 ഫങ്ഷൻസ് കീ ഇല്ലേ, F11 F12 അതിൻ്റെ ഒക്കെ യൂസസ് എന്താണെന്നുള്ളത്. പിന്നെ ഈ പ്രാവശ്യം സിലബസിൽ നിങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് GSTയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അപ്പോൾ അതിൽ വാറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ സിലബസ് മാറി GST ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് ആൻഡ് GST ഓൾറെഡി നമ്മൾ പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എഴുതാം. ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ടാലി എങ്ങനെയാണ് GSTൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ അത് ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്, പക്ഷേ ടാലിയിൽ നമ്മൾ അതിൻ്റേതായ പ്രാക്ടിക്കൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് ആൻസർ എഴുതണം. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ടാലി എന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഇതിൽ എഴുതാൻ പറ്റില്ല, കണ്ടൻറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളത് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എന്താ പറയുക, അങ്ങനെ ആരും ഇതിൽ ഫെയിൽ ആവാറൊന്നുമില്ല. അത്രയും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഫെയിൽ ആവാതിരിക്കുള്ളൂ. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് തന്നെയാണ്. ഇൻവെൻട്രി, സ്റ്റോക്ക്, കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ അത് ഓരോന്ന് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. We'll see next class.